കള്ളാടി തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7 തിരച്ചിൽ ഇന്നും തുടരുകയാണ്. ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. മേൽഭാഗത്ത് നിർത്തിവെച്ച് താഴോട്ട് തെളിഞ്ഞ വെള്ളം പരമാവധി, പിന്നെ മൺതിട്ട പുഴയിലുള്ളതായിരിക്കുന്ന മൺതിട്ട ഇളക്കിയുള്ള പരിശോധന ഉൾപ്പെടെ ബോഡി മണ്ണിനടിയിൽ താഴെ പോയോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുള്ള ഒരു തീവ്ര പരിശോധന എന്ന തലത്തിൽ പുഴയിൽ മീനാക്ഷി പുഴയിൽ നടത്താനുള്ള സംവിധാനം നടത്തിയിട്ടുണ്ട്. 50 അംഗ ടീമാണ് ഇതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്നത്. ആ സോൺ 2 ഭാഗത്തുള്ളതായ വലിയ മൺതിട്ട, അത് ഡംപ് ചെയ്തിട്ടുള്ള മണ്ണ്, ആ മണ്ണ് മുഴുവൻ അവിടെ നിന്ന് മാറ്റി അവിടെയും ഒരു തീവ്ര പരിശോധന നടത്താനുള്ള പ്രത്യേക പരിശോധന നടത്താനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി ടി സിദ്ദിഖും പി അനിൽകുമാറുമാണ് അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടരുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. കമലുണ്ട് വിവരങ്ങളുമായി. കമൽ, തിരച്ചിൽ അത് ഇപ്പോൾ ഏത് ഘട്ടം വരെ എത്തി? എന്തൊക്കെ പ്രതിസന്ധികളാണ് ഈ തിരച്ചിൽ സംഘം നേരിടുന്നത്? എന്തൊക്കെയാണ് പ്രായോഗികമായി അവിടെ ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏറെക്കുറെ രൂപമായിട്ടുണ്ടോ? രതീഷ്, ഇന്ന് കാര്യങ്ങൾ ഏറെക്കുറെ അനുകൂലമാണ്. രാവിലെ മുതൽ ഈ കള്ളാടി ഭാഗത്ത് നല്ല വെയിലാണ്. ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല. എന്തായാലും അതുകൊണ്ട് തന്നെ ഊർജിതമായ തെരച്ചിലാണ് നടക്കുന്നത്. മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞ സോൺ 2-ലെ മൺതിട്ടയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ ഏതാണ്ട് 3-4 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരേ സമയം തെരച്ചിൽ നടത്തുകയാണ്. അവിടെയുള്ളൊരു പ്രതിസന്ധി പക്ഷേ നേരത്തെ ഇടിഞ്ഞു വന്ന മണ്ണ് കൂടാതെ ആ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മണ്ണ് അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു മൺകൂന അവിടെ രൂപപ്പെട്ടത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ വിക്രം റാണയെ ആദ്യത്തെ പുറത്തു വന്ന ഒരു ദൃശ്യത്തിൽ അദ്ദേഹത്തെ കാണാനുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് ആ വെള്ളത്തിൽ തെറിച്ചു പോകുന്ന പോലെ ഒരു ദൃശ്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് അത്രയും ശ്രദ്ധയോടെ തെരച്ചിൽ നടത്തുന്നത്. ഇന്നെന്തായാലും ആ ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടാതെ തുർക്കി ജീവൻ രക്ഷാ സമിതി ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ പുഴയിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നലെ മീനാക്ഷി പുഴയിൽ 1.5 കിലോമീറ്ററോളം താഴെ നിന്നാണ് ഇന്നലെ ഒരു ആളുടെ മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പുഴയിൽ ഇന്നും തെരച്ചിൽ നടത്തുന്നുണ്ട്. അതുപോലെ പുഴയിൽ അടിഞ്ഞുകൂടിയ മൺതിട്ടകളൊക്കെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റിയുള്ള തെരച്ചിലും നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്താണ് കൂടുതൽ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്ത് അവിടെ തെരച്ചിൽ നടത്താനാണ് ശ്രമിക്കുന്നത്. മന്ത്രി ടി സിദ്ദിഖ് രാവിലെ മുതൽ ഇവിടെ തന്നെ എത്തി ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട്. എന്തായാലും കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഊർജിതമായി തെരച്ചിൽ നടത്താനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.